നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത പലതരം വിചിത്രമായ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സംഭവം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഒരു കുട്ടി തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത് ഒരു കുളത്തിലെ വെള്ളത്തിനുള്ളിലാണ്. വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറിയാൽ ശരീരം കത്തിയെരിയുന്നത് പോലെ കഠിനമായ ചൂടും അതോടൊപ്പം അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടുന്നു എന്നാണ് വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി പറയുന്നത്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ബെൽദംഗയിൽ നിന്നാണ് നടക്കുന്ന ഈ ഒരു വാർത്ത പുറത്തു വന്നത്. ഇക്ബാൽ എന്നാണ് ഈ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ പേര്. കരയ്ക്കിരുന്നാൽ അനുഭവപ്പെടുന്ന അസഹനീയമായ ചൂട് കാരണം കുളത്തിലെ മലിനമായ ആ വെള്ളത്തിൽ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം കഴിയാൻ ഈ കുട്ടി നിർബന്ധിതനാകുന്നു എന്നുള്ളതാണ്. കഴിക്കാനുള്ള ഭക്ഷണം പോലും കുടുംബാംഗങ്ങൾ കുളക്കരയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് പതിവ്. സാമൂഹിക മാധ്യമങ്ങളിലും പ്രാദേശിക മാധ്യമങ്ങളിലുമെല്ലാം ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ മനുഷ്യന് വെള്ളത്തിൽ അരമണിക്കൂർ കിടക്കാൻ പോലും വലിയ പ്രയാസമാണ്. എന്നാൽ ഇക്ബാലിനെ സംബന്ധിച്ച് വെള്ളത്തിൽ നിന്നും പുറത്തിറങ്ങിയാൽ ശരീരം കത്തുന്നത് പോലെ തോന്നും. ചർമ്മത്തിൽ ശക്തമായ പുകച്ചിലും അതോടൊപ്പം അസഹനീയമായ ചൂടുമൊക്കെ അനുഭവപ്പെടും. കുളത്തിൽ കിടക്കുമ്പോൾ മാത്രമാണ് ശരീരത്തിന് ആശ്വാസം ലഭിക്കുന്നത് എന്നാണ് ഇക്ബാൽ വ്യക്തമാക്കുന്നത്. അത് കാരണത്താൽ കുളത്തിൽ കിടന്നുകൊണ്ടാണ് ഇക്ബാൽ ആഹാരം കഴിക്കുന്നതും അതോടൊപ്പം സമയം ചെലവഴിക്കുന്നതുമെല്ലാം. ബിസ്ക്കറ്റും വെള്ളവും ലഘുഭക്ഷണങ്ങളുമൊക്കെ കവറുകളിലാക്കി കുളത്തിൽ ഒഴുകി നടക്കുന്ന രീതിയിലാണ് ഇക്ബാൽ സൂക്ഷിക്കുന്നത്. ഇക്ബാലിൻ്റെ ഉമ്മയും സഹോദരനും ഒക്കെ പറയുന്ന അനുസരിച്ച് കഴിഞ്ഞ 4-5 വർഷമായി ഈ ബുദ്ധിമുട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇക്ബാലിൻ്റേത്. അതുകൊണ്ട് തന്നെ ഉയർന്ന ഒരു വൈദ്യപരിശോധനകൾ നടത്താനോ കൃത്യമായ ചികിത്സ നൽകാനോ അവർക്കിതുവരെയും സാധിച്ചിട്ടില്ല. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടിയും ആ കുട്ടിയുടെ ബന്ധുക്കളുമൊക്കെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അവർ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരാം. ഞാനത് കാണിച്ചതിന് ശേഷം ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ভিতর কামড়াই, এই 2 পাশ কামড়ে খেলাই, সহ্য করতে পারিনি, দম আটকে যায়, খুব কষ্ট হয়। আবার সকলে পানিতে যাব, মাথা ব্যথা, চোখ মুখ সব ঘামিয়ে দিবে, গরম চাড়া ধরে যাবে। আর আমি সকলটা আগে খাবার খুব কম খেতাম, এখন মনে হয়েছে যত পাই তত খাই, তাই মনে হয়েছে। আর চোখ মুখ লাল করে দিচ্ছে একবারে। শরীরটা ঠান্ডা হয়, ভাল লাগে। কি সমস্যা, পানিতে চলে যায়, খালি থাকে পানিতে পড়ি, ও পানিতে থাকে, আবার ভাল লাগে পানিতে পড়লে, তাই চলে যায়। কদিন থেকে দেখুন আবার 4-5 দিন থাকে এই পুকুরে করে, তখন সব মানুষে তুলে দেয়। এলে যে ওঠার তখন ক্ষমতা থাকে না, নেমে পড়বে একা, দিয়ে গায়ে দুনিয়ার ঘা ফট হয়, দিয়ে তখন আর থাকতে পারে না। তখন ডাঙাতে এসে শুকিয়ে সেই ঘা আপনি ওষুধ মহলম করেনি, পয়সা কোথায় পাবো, দিয়ে আপনি সেই চামড়া মরি যায়, দিয়ে সে জ্বললে তখন খুব জ্বলাপোড়া করে। ওই পেট যন্ত্রণা করে, মাথা গরম হয়ে গেলে পানিতে নেমে যায় পুকুরে। পুকুর থেকে আর জল থেকে আর উঠতে চায় না। 4 দিন 5 দিনে টানা থেকে যায় 24 ঘন্টা, সারা দিন রাত। হ্যাঁ, শারীরিক। ওই 3-4 বছর থেকে। কি এমন একটা সমস্যা ওর হয়ে গেছে, ও নাকি গায়ে একটা জ্বালা পড়া ভাব সবসময়, মানে শীত গ্রীষ্ম বর্ষা ও পুকুরেই থাকছে এবং অনিয়ন্ত্রিতভাবে ওর দেহ ফুলে যাচ্ছে। অনেকে ওই পুকুরেই ওকে খাওয়ার বা বিভিন্ন চিড়িয়ে শুকনো খাবার দাবার ওকে দিচ্ছে, জল, এবং ওকে রিকোয়েস্ট করলেও কিন্তু পুকুর থেকে উঠছে না। কিন্তু সব থেকে সমস্যা যেখানে, যে ওনার যে രോഗটা কি সেটা നിർണ്ണയം করতে আমরা কিন্তু পারিনি এখনো, বা কেউ বলতে পারছে না. ആ കുട്ടി അതിൽ പറയുന്നത്, എനിക്ക് വയറ്റിൽ കഠിനമായ വേദന അനുഭവപ്പെടുന്നു, തല ചൂടാകുമ്പോൾ ഞാൻ കുളത്തിലേക്ക് ഇറങ്ങും, കുളത്തിലെ വെള്ളത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ തോന്നാറേയില്ല, ദിവസവും മുഴുവൻ ഞാൻ കുളത്തിൽ തന്നെ കഴിയാറുണ്ട്, കുളത്തിൽ കിടക്കുമ്പോൾ ശരീരത്തിന് തണുപ്പ് ലഭിക്കുകയും ആശ്വാസം തോന്നുകയും ചെയ്യുന്നു. ഇനി അതോടൊപ്പം രണ്ടാമത് സംസാരിച്ചത് ആ കുട്ടിയുടെ ഉമ്മയാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവൻ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകും,
4-5 ദിവസം വരെ കുളത്തിൽ തന്നെ കിടക്കും. ആളുകൾ നിർബന്ധിച്ച് കരയ്ക്ക് കയറ്റേണ്ടി വരാറുണ്ട്. ഒറ്റയ്ക്ക് കരയ്ക്ക് കയറാൻ ഇവന് ശേഷി ഉണ്ടാകാറില്ല. ശരീരമാകെ മുറിവുകളും ചൊറിച്ചിലും ഉണ്ടാകാറുണ്ട്. മരുന്നുകൾ വാങ്ങാൻ പോലും ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇതോടൊപ്പം മൂന്നാമത് സംസാരിക്കുന്നത് ആ കുട്ടിയുടെ സഹോദരനാണ്. അദ്ദേഹം അതിൽ പറയുന്നത് വയറ്റിലെ വേദനയും തലച്ചൂടും കാരണം ഇവൻ കുളത്തിലേക്ക് ഇറങ്ങും. 24 മണിക്കൂറും തുടർച്ചയായി വെള്ളത്തിൽ തന്നെ കിടക്കും. 4-5 ദിവസങ്ങളോളം വെള്ളത്തിൽ തുടരാറുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായി ഇതാണ് ഇവൻ്റെ അവസ്ഥ. ഇനി അതോടൊപ്പം നാലാമതായി അവിടെയുള്ള നാട്ടിലെ ഒരു പ്രാദേശിക പ്രതിനിധി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ കുട്ടിക്ക് എന്തോ വലിയ ശാരീരികമായ പ്രശ്നമുണ്ട്. ശരീരത്തിൽ എപ്പോഴും വലിയ പുകച്ചിലും അസ്വസ്ഥതയും ഒക്കെയാണ്. മഴയോ തണുപ്പോ വെയിലോ അങ്ങനെ വ്യത്യാസമില്ലാതെ ഈ കുട്ടി കുളത്തിൽ തന്നെ കഴിയുകയാണ്. ഈ കുട്ടിയുടെ ശരീരം വീർത്തു വരുന്നുണ്ട്. രോഗം എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. നമുക്കിതാണ് അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ. പക്ഷേ ഇതിനകത്ത് മറ്റൊരു സംഭവം കൂടി കടന്നു വരുന്നുണ്ട്. ഇതിനിടയിൽ അവിടെയുള്ള ചില ആളുകൾ ഈ കുട്ടിക്ക് ജിന്നബാധ ഏറ്റതാണ് എന്നുള്ള തരത്തിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ആ വീഡിയോയിൽ എവിടെയും ആ കുട്ടിയോ ആ കുട്ടിയുടെ കുടുംബങ്ങളോ അത്തരം ജിന്നബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയും നടത്തുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയുള്ള ചില പ്രാദേശിക തലത്തിലുള്ള ചില ആളുകൾ മാത്രമാണ് ഇത്തരമൊരു വാദമൊക്കെ, ജിന്ന് എന്ന് പറയുന്നൊരു വാദമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. നോക്കൂ, ഈ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം വാദങ്ങളോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. നോക്കൂ, ജിന്ന് അത് സത്യം തന്നെയാണ്, അത് ഉള്ളതാണ്. ഖുർആനും ഹദീസും ഒക്കെ ജിന്ന് ഉണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം പ്രസ്താവനകൾക്കും അല്ലെങ്കിൽ വാദങ്ങൾക്കും പുറമേ ആ കുട്ടിക്ക് കൃത്യമായ ചികിത്സയാണ് കൊടുക്കേണ്ടത്. നമുക്കൊരു മനുഷ്യന് രോഗമുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യം കൃത്യമായ ചികിത്സ കൊടുക്കണം. ഇസ്ലാമും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രയാസങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മുൻകരുതലുകളും പ്രയത്നങ്ങളും നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതോടൊപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കുട്ടി കിടക്കുന്നത് അവിടെയുള്ള മലിനമായ ഒരു ജലത്തിലാണ്. ആ മലിനജലത്തിൽ ആ കുട്ടി ഇത്തരത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അത് പിന്നീട് ആ കുട്ടിക്ക് വരുത്തി വയ്ക്കുന്നത് ഗുരുതരമായ അപകടങ്ങളാണ്. ഒരുപാട് ബാക്ടീരിയകളും ഫംഗസും ധാരാളമുള്ള ഈ ഒരു മലിനജലത്തിൽ കിടക്കുന്ന സമയത്ത് ഗുരുതരമായിട്ടുള്ള അണുബാധയും രോഗങ്ങളും ചർമ്മരോഗങ്ങളും അങ്ങനെ മറ്റു പലതരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി മാറും. നോക്കി, കുട്ടിക്ക് അടിയന്തരമായി വേണ്ടത് വ്യക്തമായ മെഡിക്കൽ പരിശോധനയും അതിനനുസരിച്ചുള്ള ചികിത്സയുമാണ്. അതവിടെയുള്ള സർക്കാരും അവിടെയുള്ള സന്നദ്ധ സംഘടനകളുമൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്.